ഹലോ. രണാസുന. കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഞാൻ രേണുസുതി എന്ന് പറഞ്ഞപ്പോൾ രണാസുന എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ട് രണാസുന. പൊന്ന് രണച്ചേച്ചി, എന്തായാലും നിങ്ങൾ പെട്ടു. പിന്നെ എന്തിനാ ഈ ഓരോ ചാനലിലും കയറി ഇൻ്റർവ്യൂ കൊടുത്ത് ഇങ്ങനെ മെഴുകുന്ന എന്തിനാ എന്ന് സ്വയം ഒന്ന് ആലോചിച്ചൂടെ? സുധിച്ചേട്ടൻ്റെ ട്രോഫീസും മെഡൽസും വെക്കാൻ തട്ടില്ല എന്ന് പറഞ്ഞ് ആരൊക്കെയോ ചേർന്ന് തട്ടടിച്ചു തരാം എന്ന് പറഞ്ഞെന്നും പറഞ്ഞ് വിളിച്ചെന്ന് കേട്ടു. ഇതിപ്പോൾ ഹെൽനോസ് പാട്ട പറഞ്ഞതുപോലെ ഏതെങ്കിലും ഇൻ്റർവ്യൂവിലോ മറ്റോ പറഞ്ഞാൽ മതി, ആൾക്കാർ സ്വയം വന്ന് നിങ്ങൾക്ക് തട്ടും ഷെൽഫും ഒക്കെ തരും എന്ന് പറഞ്ഞതുപോലെ ദാ വന്നേക്കുന്നു. അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ ഷോർട്ട് ഫിലിംസിൻ്റെയും ആൽബത്തിലും ഒക്കെ അഭിനയിച്ചതിൽ പൈസ കിട്ടാതെയാണോ പോയി അഭിനയിച്ചു കൊടുക്കുന്നത്? അല്ല, എൻ്റെ സംശയമാണ്. ഈ പൈസ മേടിക്കാതെ അഭിനയിക്കുന്ന ആൾക്കാരും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഇന്നലെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ കിച്ചുവിനും ഋതപ്പനും കിട്ടിയ ആ വീട് മഴ വരുമ്പോൾ ചോരുന്നുണ്ട് എന്നിവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീട് വെച്ച് കൊടുത്ത ആൾ തന്നെ ഇപ്പം രേണു പറഞ്ഞതൊക്കെ പച്ച കള്ളാണെന്നും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അത് അവർക്ക് ദാനമായിട്ട് കിട്ടിയൊരു വീടാണ്. അതിനെയാണ് അവർ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞ് അത് കൊടുത്ത് അവരെ ഇങ്ങനെ അപമാനിക്കുന്നത്. നമുക്കൊരു വീട് തന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് നമ്മുടെ വീടാണ്. അതിനെന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വയം കയ്യിൽ നിന്ന് പൈസ എടുത്ത് അത് ശരിയാക്കേണ്ടത് നമ്മളുടെ കടമയാണ്. എല്ലാ വീഡിയോയിലും എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തത് വീടാണ്, എൻ്റെ മക്കൾക്ക് ചെയ്ത വീടാണെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയാണ് കയറി താമസിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരണം. ആ വീട് കിച്ചുനും ഋതപ്പനും വേണ്ടി ചെയ്ത് കൊടുത്തതാണ്. എന്നിട്ട് ആ കിച്ചു ആ വീട്ടിലോട്ട് ഒരു അതിഥിയെ പോലെ അല്ലെങ്കിൽ ഒരു അന്യനെ പോലെയാണ് ആ വീട്ടിൽ വന്ന് കയറുന്നത്. നിങ്ങൾക്ക് വെറുതെ കിട്ടിയൊരു വീടായതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാവാതെ. അധ്വാനിച്ചൊരു വീടുണ്ടാക്കുമ്പോൾ അതിൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് താനേ മനസ്സിലായിക്കോളും. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വർക്ക് ഏരിയ ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ച് വീഡിയോ ചെയ്യും എന്നൊരു ഭീഷണി രണാസുന ആ വീട് വെച്ച് കൊടുത്ത ആളോട് വിളിച്ച് പറഞ്ഞെന്ന് കേട്ടായിരുന്നു. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുക. ഇത്രയൊക്കെ അവർ ചെയ്തു തന്നിട്ട് വീണ്ടും അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഓരോന്ന് ചെയ്യിക്കാൻ നോക്കുന്നതിന് കുറച്ചുളുപ്പ്. അല്ല, നമ്മളിതിനൊക്കെ ഒന്ന് റിയാക്ട് ചെയ്ത് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പോയി കേസ് കൊടുക്കണം എന്നൊക്കെ തോന്നും. അല്ല, അതാണല്ലോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഒന്ന് എതിർത്ത് സംസാരിച്ചാൽ അപ്പം കേസ്, പോലീസ് സ്റ്റേഷനിൽ പോവുക, കേസ് കൊടുക്കുക. കഷ്ടം നിങ്ങളുടെയൊക്കെ കാര്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, എന്നാൽ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.